ഇതൊരു വ്യത്യസ്തമായ കഥ. ഫാമിലി ഓറിയന്റഡ് ആണ്, ഒപ്പം തന്നെ ത്രില്ലറുമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് നന്നായിരുന്നു. ഫാമിലി ഇമോഷണൽ ഡ്രാമ ആണ്, പിന്നെ ത്രില്ലിംഗ് ആണ്. ബിക്കോസ് അതിൽ ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ്. പുറത്ത് ഷൂട്ട് ചെയ്തതിൻ്റെ ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. UK ഐ തിങ്ക് ഇറ്റ്സ് ഇൻ UK. ആൻഡ് അദിതി ആൻഡ് അനുമോഹൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫാമിലി ഇരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ്. ശരിക്കും പറഞ്ഞാൽ സിനിമ എടുക്കണമെങ്കിൽ ഇതുപോലെ എടുക്കണം. ചെറിയൊരു ഫൈറ്റ് ആണെങ്കിൽ പോലും ആ ഫൈറ്റ് അളവിൽ എടുത്തിരിക്കുക. നല്ല രസമുണ്ട്. മാസം ഒറ്റയ്ക്ക് എന്നൊക്കെ എടുക്കാൻ അസിസ്റ്റൻസ് ഒന്നും ഇല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ സൂപ്പർ. മാസ്റ്റർ ഇരിക്കട്ടെ. നമസ്കാരം. എല്ലാവരും പറയാം ബേബി എങ്ങനെ പെർഫോം ചെയ്തു എന്ന് പറയാം. കടലിൽ നിന്ന് നായകനേക്കുള്ള മാറ്റമാണ് അനുവിൻ്റെ. അവർ ഭയങ്കര ചേഞ്ച് ആയിരിക്കും. വന്ന് കണ്ടോ, എല്ലാവരും ധൈര്യമായിട്ടുണ്ടോ? നല്ല മൂവിയായിരുന്നു, ഒരു വെറൈറ്റി മൂവിയായിരുന്നു. ഞങ്ങളൊക്കെ UK നിന്നാണ്, പക്ഷേ UK ബേസ്ഡ് ഒരു മൂവി ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. കൂടുതൽ UK ആണ്, കേരളം കുറച്ച്. ഞാൻ എൻ്റെ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഇത്രയും ആൾക്കാർ നമ്മൾ UK പോകുമ്പം നമുക്ക് അവിടുത്തെ നാട് എന്താണെന്നും അവിടുത്തെ ലോയൊക്കെ ആണെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് നന്നായിട്ട് എടുത്തിട്ടുമുണ്ട്. ഒരു സീൻ പോലും ലാഗില്ല, ഒരു സീൻ പോലും വെറുതെ അല്ല. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളൊരു ആകാംക്ഷയാണ് എപ്പോഴും. ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നുന്നു. അത്രയ്ക്ക് ഭയങ്കര ലോയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് അവിടെ. പിന്നെ ഡാൻസ് ഡാൻസ് ഭയങ്കര വരണം. 3 സ്റ്റെപ്പ് കണ്ടിന്യൂ സൂപ്പറാണ്. കാണാം, എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയൊരു മൂവി. ഫീൽ ഗുഡാണ്, അടിപൊളി. ശരിക്കും അതിഥിക്ക് ഒരുപാട് ഇമോഷണലി ഒരുപാട് എക്സ്പ്രസ് ചെയ്ത് ചെയ്യാൻ പറ്റിയൊരു മൂവിയായിരുന്നു. അനുമോഹനും അതെ, വെരി നൈസ്. പിന്നെ നല്ലൊരു ത്രില്ലും ഉണ്ടായിരുന്നു. ബിക്കോസ് സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി കുഞ്ഞിനെ ബേസ് ചെയ്ത ഒരു സിനിമ ആയതുകൊണ്ട് അതിനെ വെച്ചിട്ടുള്ളൊരു അന്വേഷിക്കുന്നതായിട്ടുള്ളൊരു സംഭവം വളരെ നന്നായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നു തന്നെ വിചാരിക്കും. വളരെ സന്തോഷമുണ്ട് സ്ക്രീനിൽ അങ്ങനെ കണ്ടപ്പോൾ. എല്ലാം എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ കണ്ടവരോട് നല്ലൊരു ഫാമിലി കാണാൻ പറ്റിയ നല്ലൊരു സ്റ്റോറി. ഒരു ഫാമിലി മൂവിയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഫാമിലിക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയായിരിക്കും. നിരാശപ്പെട്ടില്ലാന്നൊരു വിശ്വാസം ഇപ്പോൾ കണ്ടപ്പോൾ. ബാക്കി നിങ്ങളെല്ലാവരും കണ്ടോ? നിങ്ങൾ കണ്ടോ? മൂവി കണ്ടോ? കണ്ടിട്ട് പറഞ്ഞിട്ടോ? ഞാനല്ല ആക്ച്വലി പറയേണ്ടത്. നിങ്ങൾ മൂവി കണ്ടിട്ട് നിങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ കണ്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വലിയ സന്തോഷം. പിന്നെ അങ്ങനെ ഒരു ബിഗ് സ്ക്രീനിൽ അത് കാണാൻ സാധിച്ചപ്പോൾ വളരെയധികം സന്തോഷം. എല്ലാവരുടെ ഒരു എഫേർട്ടാണ്. വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും മാക്സിമം ഉള്ളവർ ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ 100% കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി നിങ്ങളെല്ലാവരും കണ്ട് അഭിപ്രായം പറയണം, എല്ലാവരിലേക്ക് എത്തിക്കണം. കണ്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ഫാമിലിക്ക് വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ഫാമിലി ഡ്രാമ ത്രില്ലറാണ്. ഇതിൽ എല്ലാ ഇമോഷൻസ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ത്രില്ലിംഗ് എലമെൻറ്റ്സ് ഉണ്ട്. എല്ലാം കവർ ചെയ്യുന്ന ഒരു സിനിമയാണ്.